എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എളുപ്പത്തിൽ ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിനു മുകളിൽ അല്പം മൈദപ്പൊടി വിതറി ഇത് മാറ്റി വെക്കുകയാണ്. ഇനി പഴംപൊരിയുടെ മാവ് തയ്യാറാക്കുകയാണ്. 1 ഗ്ലാസ് മൈദയാണ് ഞാൻ ഇതിലേക്കായി എടുക്കുന്നത്. എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിൽ ഒരു നുള്ള് കടലപ്പൊടി കൂടി ചേർക്കുന്നു. അടുത്തതായി ഇതിലേക്ക് ഒരാണി പൊടിച്ചു വെച്ച വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി കലക്കി കൊടുക്കണം. ഇതൊന്ന് കലങ്ങി വരുമ്പോഴേക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കലക്കി വെച്ച മാവിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പഴംപൊരിക്ക് അല്പം നിറം കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മാവ് നന്നായി കലക്കിയ ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുപ്പ് കത്തിച്ചു, പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുകയാണ്. നേരത്തെ മുറിച്ച് വെച്ച പഴം മാവിലിട്ട് നമ്മൾ ഇരുവറവും ഒന്ന് മുക്കിയെടുക്കുകയാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പഴം ഓരോന്നായി ഇട്ട് പൊരിച്ചെടുക്കാം. രണ്ടു ഭാഗവും മൊരിഞ്ഞു വരുന്നതോടെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി. എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.